വലിയ ശത്രുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പത്മശ്രീ കിട്ടിയാലും ആരും ദോഷമൊന്നും പറയില്ല. അവരൊരു പാവല്ലേ. ഈ പേരുകാരൻ പുണ്യാണ്. പിന്നെ മറ്റൊരു പോയിന്റ് ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് പൊളിച്ച ഡിസംബർ 6 തൃശ്ശൂരിലെ മുസ്ലിം സഹോദരന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആശ്വാസ വാക്കുകളുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു പ്രസ്തുത ഫ്രാൻസിസ്. എവിടെയാണ് ഈ സ്ഥലം? അയോധ്യയെന്ന് പറഞ്ഞ ഈ കിട്ടുന്ന കഥയിലൊക്കെ പറയണ അത് ശരിക്കുള്ള സ്ഥലം ഒന്നുകൂടെ വിളിക്കണേ. ഇങ്ങനെ പോവും നമ്മുടെ അരിക്കച്ചവടക്കാരൻ പുണ്യമാണ്. ഈ പത്മശ്രീ തട്ടിപ്പീസായിട്ട് വാങ്ങണതും നേരായ മാർഗത്തിൽ കിട്ടണതും തമ്മിൽ കണ്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അതിപ്പോ അധ്വാനിക്കുന്നവന്റെ കയ്യിലായാലും മോട്ടാറിന്റെ കയ്യിലായാലും കൃഷ്ണാട്ടത്തിൽ നിൽക്കില്ല. കാനാടി ചാത്തിനൊരു പോകും.
ഇന്നത്തെ ജീവിതവും എന്റെ വീട്ടിൽ പാലിയും പഞ്ചാരി ഒരുമിച്ച കൊട്ട എന്താ യൂസഫ് നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 7 മലയാളികൾക്ക് പുരസ്കാരം. മൂന്നാർ ചേരുകുളം പഞ്ചായത്തുകളിൽ നാളെ ഹർത്താൽ. കയ്യേറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി. രാജ്യം നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 7 മലയാളികളും.
പ്രമുഖ ഗാന്ധിയൻ സർവോദയൻ കൃഷ്ണപിള്ള, കഥകളിയാചാര്യൻ ചമ്പക്കുളം രാമപൊതുവാൾ എന്നിവർക്ക് പത്മവിഭൂഷണം, മലയാളി ശാസ്ത്രജ്ഞൻ അമീർ മുഹമ്മദിന് പത്മഭൂഷണം ലഭിച്ചു. ആയുർവേദ ഭിക്ഷക്കുരൻ തെക്കേമഠം ശ്രീധരൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തക ഗീത ദാമോദര മേനോൻ, വ്യവസായികളായ മധുപിള്ള, സ്റ്റീഫൻ ജോണി കുഴിപ്പറമ്പിൽ എന്നിവർക്ക് പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളോട് പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ റിപ്പബ്ലിക്കിന് സന്ദേശം നൽകി. ഭീകരവാദവും അഴിമതിയും ഇല്ലായ്മ ചെയ്ത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലനിർത്തണമെന്ന് രാജ്യത്തോടായി രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയ പത്മശ്രീ ആരെങ്കിലും വിളിക്കണമെന്നൊരു തോന്നൽ, വെറുതെ ആരെങ്കിലും നമ്മൾ നോക്കി ചിരിക്കണമെന്നൊരു ഡൗട്ട്, കൂട്ടുകാരെ കാണണ്ടെന്ന് വെച്ചു മൊത്തത്തിലൊരു തെറ്റിന്. കുടിച്ചിട്ട് പുറത്ത് കിടന്നോ? ആ പനിക്കോളം കിടന്നു ഫോണെടുത്ത് ആരാച്ചാലും ഞാനിവിടെ ഇല്ലാന്ന് പറയട്ടാ. മൊബൈൽ ഓഫീസിലാ പറഞ്ഞിട്ടില്ല യുദ്ധത്തിനോട്. അതോ പത്മശ്രീന്റെ അമ്മയുടെ നായര് എപ്പോഴോട് കളിച്ചല്ലേ? നീ ആരാന്ന് പറയണ? നിന്നെ ചെല്ലിച്ചേരിയിൽ കെട്ട ഓർക്കില്ലാട്ടാ. ഇതിപ്പോ രാവിലെ തുടങ്ങിയതാ. പത്മശ്രീ ഫ്രാഞ്ചൈസ് ആറുണ്ടോ? പത്മശ്രീ ഫ്രാഞ്ചൈസ് ആർജി ഒന്ന് കിട്ടുമോ? പത്മശ്രീ ഫ്രാഞ്ചൈസ് ആർജി ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങോട്ട് വന്നാൽ പത്മശ്രീ ഒന്ന് കാട്ടി തരുമോ? ഇങ്ങോട്ടൊക്കെ കാട്ടി കൊടുക്കാൻ ഞാൻ പത്മശ്രീ പത്മശ്രീ Thank you.